ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് CBIയുടെ അന്വേഷണം വേണമെന്ന് ഭാര്യയുടെ ആവശ്യമായിരുന്നു. അപ്പോൾ നിലവിൽ സംസ്ഥാന പോലീസ് നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തികരമല്ല, അതിൽ ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് അവർ ന്യായമായും സംശയിക്കുന്നു. അവർക്ക് അതിന് വിശ്വസിക്കാനുള്ള ഒരുപാട് ഗ്രൗണ്ട്സും ഉണ്ട്. അങ്ങനെ ആ ആവശ്യവുമായി അവർ ഹൈക്കോടതി ചെല്ലുന്നു. ഹൈക്കോടതി നിഷ്കരുണം അത് തള്ളിയിരിക്കുന്നു. അപ്പോൾ തൻ്റെ ഭർത്താവ്, അതും സർക്കാരിലെ ADM പോലെയുള്ള ഉന്നത പദവിയിലിരുന്ന ഒരാൾ, അവരും റവന്യൂ സർവീസിലെ ഉദ്യോഗസ്ഥയാണ് ഭാര്യ, അതിൽ കേരള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നിരിക്കെ അത് മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ന്യായമായും കോടതി പരിഗണിക്കേണ്ടതല്ലേ? അല്ല, അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മഹാകഷ്ടമായിപ്പോയി. ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് കേരള പോലീസിൽ വിശ്വാസമില്ല. അതുകൊണ്ട് CBIക്ക് അന്വേഷണം വിടണം എന്നവരെ ആവശ്യപ്പെടുന്നു. അത് കോടതി പരിഗണിച്ചിട്ട് തന്നെയാണ് ആ ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത്. ജഡ്ജ്മെൻ്റ് കോപ്പി എൻ്റെ കയ്യിൽ വന്നില്ലെങ്കിലും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിച്ചു കേട്ടു. അപ്പോൾ കോടതി പറയുന്നത് ഈ തെളിവുകളുടെ ഒരു പോലീസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം, എങ്കിലേ നമുക്ക് CBIക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് പോലീസിൻ്റെ അന്വേഷണം തെറ്റാണ് എന്ന് ഇവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവർക്ക് ചില ആശങ്കകളുണ്ട്, സംശയങ്ങളുണ്ട്. ആങ്സൈറ്റി ആൻഡ് സസ്പീഷൻ. ആങ്സൈറ്റിയുടെ പുറത്ത് പോലീസിൻ്റെ കേസ് എടുത്ത് CBIക്ക് കൊടുക്കാൻ പറ്റില്ല. സസ്പീഷൻ നേരത്തെ മുതൽ സുപ്രീം കോടതി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സസ്പീഷൻ, ഹൗസ് ഓവർ സ്ട്രോങ് ഇറ്റ് മേ ബി, ഇറ്റ് cannot be treated as evidence. ബലമായ സംശയം, ശക്തമായ സംശയം, അപ്പോഴും അത് സംശയം മാത്രമാണ്, തെളിവല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ആശങ്കയുണ്ട്, ഞങ്ങൾക്കത് ഒരു സംശയം ചോദിക്കട്ടെ. ഈ സസ്പീഷൻ എന്ന് പറഞ്ഞ ഒരാളെ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുമ്പോൾ എടുത്താൽ പോരെ? അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ തെളിവുകളുടെ കാര്യത്തിൽ തന്നെ നിങ്ങളുടെ സസ്പീഷൻ തെളിവായിട്ട് കൂട്ടുകയില്ല. ഇപ്പം നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ നോക്കുക, ഒരു ഡൈവേർഷൻ, പ്രധാന ഡൈവേർഷൻ എന്താണ് ഇതിൽ? ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അതെ, കൊലപാതകമാണ് എന്ന് സംശയിക്കാവുന്ന കുറേ കാര്യങ്ങളെ നിങ്ങളുടെ ഉള്ളൂ. അത് തെളിവല്ല, നിങ്ങളുടെ സംശയം മാത്രമാണ്. ആ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് അന്വേഷണ ഏജൻസി അല്ലേ? ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നത് അന്വേഷണ ഏജൻസിയാണ്. അതിന് പറ്റിയ ഏജൻസിയാണ് കേരള പോലീസ്. കേരള ബയാസ്ഡ് ആണെന്നാണ് ഇവർ പറയുന്നത്. അല്ല, ബയാസ്ഡ് ആണെന്നുള്ളത് ഇവരുടെ, അതാണ് കോടതി പറഞ്ഞത്, അത് നിങ്ങളുടെ ആങ്സൈറ്റിയാണ്. ബയാസ്ഡ് ആണെന്നുള്ളത് കടലാസിൽ വരുന്നില്ല. ബയാസ്ഡായ ഒരു കാര്യവും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇത് CBIക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കേസുകളെല്ലാം CBIക്ക് പോകും. ആർക്ക് വേണമെങ്കിലും പറയാം എനിക്ക് പോലീസിൽ വിശ്വാസമില്ല എന്ന് പറയാം. ആദ്യം വന്ന പോലീസുകാരൻ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല, പിന്നീട് മറ്റേ സാർ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് കേട്ടത്. ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്കൊരു മരണം നടന്നു കഴിയുമ്പോഴുണ്ടല്ലോ ഒരുപാട് സംശയവും ബഹളവും, ഒരുപാട് തിയറീസും ഉണ്ടാവും, ഒരുപാട് കോൺസ്പിറസി തിയറി ഉണ്ടാവും. അയൽവക്കത്തുകാർ ഇങ്ങനെ ആയിക്കൂടെ, അവിടെ ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു പൂച്ച അതിലെ ഓടുന്നുണ്ടായിരുന്നു, പിന്നെ ആ പൂച്ചയെ കണ്ടില്ല. ഇതൊന്നും അതിശയോക്തിയോ സംഗതിയൊന്നുമല്ല, എല്ലാവർക്കും സംശയം തോന്നും. ഈ ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും ഒരു ദുര്യോഗം അതാണ്. ഈ സാധനത്തിനെ ചുറ്റി ഒരുപാട് കഥകളുണ്ടാകും. ഇത് അങ്ങനെയൊന്നും അല്ല സുനിലെ, അതൊക്കെ പത്രത്തിൽ അങ്ങനെ പലതും പറയാം. വാസ്തവം എന്താണെന്നറിയാമോ, മറ്റവൻ അവിടെ നിന്ന് വണ്ടി പിടിച്ച് പോയതല്ലേ. ഇപ്പോൾ സിമിലർ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളുടെ ശാശ്വതാനന്ദ സ്വാമി ആലുവ, അപ്പോൾ അത് വലിയ പ്രശ്നം. അത് കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ ചോദ്യം ചെയ്യുകയോ പിടിച്ചുകൊണ്ട് പോകും, അങ്ങനെ എന്തോ ചെയ്തു. ഇദ്ദേഹം ശാശ്വതാനന്ദ സ്വാമിയുടെ ഡ്രൈവറാണ്. ഷിബു എന്നോ എന്നിട്ടായിരുന്നു പേര്. ഇങ്ങേര് ചെയ്ത കുഴപ്പം എന്താ, ഏതോ ഒരു ദിവസം വർക്കല ശിവഗിരിയിൽ വെച്ചിട്ട് ശാശ്വതാനന്ദ സ്വാമി ഈ ഡ്രൈവറോട് ഇറങ്ങിപ്പോടാന്ന്, മുറിക്കകത്ത് ഇറങ്ങിപ്പോടാന്ന്, എന്തോ ദേഷ്യം എന്ന് പറഞ്ഞു. ഇയാൾക്കും അത് വലിയ ക്ഷീണമായി. ഇയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും കാലം വണ്ടി ഓടിച്ചിട്ട് സ്വാമി ഇന്ന് വരെ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. ആ ദേഷ്യത്തിൽ ഇയാൾ പുറത്തിറങ്ങിപ്പോയി, ദൂരെ പോയി ചായക്കടയിൽ വിഷണ്ണനായിട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ട്. അപ്പം കടക്കാരൻ ചോദിച്ചു, എന്താടോ ഒരുമാതിരി ആകെ വഷളായിരിക്കുന്നു?
അയാൾ പറഞ്ഞു, അതേ എന്നോട് സ്വാമി ഇത് ചെയ്തത് എന്ത് ചെയ്തു, എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. മഹാമോശമായിപ്പോയി, എനിക്ക് വലിയ മനപ്രയാസമായിപ്പോയി, അതാണ് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, അല്ല ഇപ്പോൾ സാരി അയാൾ അങ്ങനെയൊന്നും അല്ല, ഞാൻ ഈ സ്വാമിയെ വെറുതെ വിടാൻ പോകുന്നില്ല, താൻ നോക്കിക്കോ, ഞാനിങ്ങനെ വെറുതെ വിടുകയില്ല. അങ്ങനെ തന്നെ കൊച്ചാക്കിയത് ശരിയായില്ല. സ്വാമി ആലുവാപ്പുഴയിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കടക്കാരൻ അന്വേഷണം നടക്കുന്നു. കടക്കാരൻ പോലീസുകാരോട് പറഞ്ഞു, ഇങ്ങനെ ഇയാൾ വന്നിരുന്നു പറഞ്ഞതാണ്. അപ്പോൾ ഉടനെ എല്ലാവരും കൂടെ തീരുമാനിച്ചു ഇയാൾ കൊന്നതാണ്. കാരണം ആലുവയിലേക്ക് കൊണ്ടുപോയത് ഇതേ ഡ്രൈവറാണ്. സ്വാമി പുഴയിലേക്ക് പോകുമ്പോൾ ഡ്രൈവർ അവിടെ പറമ്പിൽ എവിടെയോ ഇരിപ്പുണ്ടായിരുന്നു. അദ്വൈതാശ്രമം നമുക്കറിയാം, അവിടെ എവിടെയോ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടിക്കെട്ടി കഥയുണ്ടാക്കി. അവസാനം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുമല്ല, അയാളൊന്നും ചെയ്തിട്ടില്ല. അയാൾ പറഞ്ഞതൊക്കെയാണ്, ഞാനങ്ങനെ വെറുതെ വിടില്ല, താൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അതിനർത്ഥം ഞാനിങ്ങനെ കൊന്നുകളയൊന്നും അങ്ങനെയൊന്നും അല്ല. അപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ അങ്ങ് പറഞ്ഞതാണ്. പക്ഷേ സംശയമല്ലേ, പറഞ്ഞതല്ലേ, വെറുതെ വിടില്ല എന്ന് പറഞ്ഞതല്ലേ, അതിനർത്ഥം കൊന്നുകളയും എന്നുള്ളതല്ലേ. ഇങ്ങനെയൊക്കെ സംശയിക്കാം. ആ സംശയം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പൊങ്ങി വരുന്നുണ്ട്. മുഖ്യമന്ത്രി അച്യുതാനന്ദന് ആ സംശയം തീർന്നിട്ടില്ല ഇപ്പോഴും. അതെ അതെ, അദ്ദേഹത്തിന് ആവതുണ്ടായിരുന്ന കാലം വരെ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരുന്നു, ഇതിങ്ങനെ കൊന്നതാണെന്നും അതിൻ്റെ ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശൻ. അതെ, നല്ല കായബലമുള്ള സ്വാമി, നീന്തലറിയാവുന്ന സ്വാമി എങ്ങനെ മുങ്ങും? ഇങ്ങനെ അത് ന്യായമായ ചോദ്യമാണെന്നേ. സ്വാമിക്ക് നീന്തലറിയാം, വർക്കല കടലിലിറങ്ങി നീന്തുന്ന ഇങ്ങർക്ക് നമ്മുടെ പെരിയാർ ഇത്ര വലിയ ഇതാണോ? അപ്പോൾ ഇതാണ് ഈ സംശയം എന്ന് പറയുന്നത്. അതുപോലെയാണ് ആശങ്ക, ആങ്സൈറ്റി. നമുക്കിങ്ങനെ എന്തോ കുഴപ്പമുണ്ട് എന്നുവെച്ചാൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്ന ടൈപ്പല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അറിയാം. അവർക്ക് ഉറപ്പുണ്ട്, അത് സത്യമാണ്. അവരുടെ അസസ്മെൻറ്റിൽ അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യില്ല. പക്ഷേ ടി ഒരു സംശയം ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ ഇനിയിപ്പം പോലീസ് അന്വേഷിച്ചു, ഒരു ചാർജ് ഷീറ്റ് കൊടുത്തു, സൂയിസൈഡാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിരിക്കട്ടെ, നമുക്കറിയില്ല അങ്ങനെ വരാൻ പോകുന്നത്, എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോഴും ഇവരുടെ ഈ മഞ്ജുള എന്ന് പറയുന്ന സ്ത്രീയുടെ, പ്രത്യേകിച്ചും അവരും ഇതേപോലെ സർവീസിലേക്ക് ഉദ്യോഗസ്ഥയാണ്, അവരുടെ ഈ ഒരു മനസ്സിലെ വേദന അത് ഒരു കാലത്തും തീരില്ല. അതൊന്നും പരിഗണിക്കപ്പെടേണ്ടതല്ലേ? അല്ല, അത് ഈ CBI അന്വേഷണം കൊണ്ടും ആ വേദനയൊന്നും തീരാൻ പോകുന്നില്ല. അല്ല, CBI അന്വേഷിച്ചപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തല്ലോ എന്ന് അങ്ങനെ കോടതികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഓരോ കൊലപാതക കേസിലും ഇതേ സിറ്റുവേഷനാണ്. ഇവിടെ ഈ സ്ത്രീയാണ്, വേറൊരു സ്ഥലത്ത് വേറൊരു സ്ത്രീ ആയിരിക്കും, അവർ ജോലിക്കാരിയൊന്നും ആയിരിക്കില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ആയിരിക്കും. അത് ജോലിക്കാരിയായതുകൊണ്ട് പരിഗണന വേണമെന്ന് പറയാനും പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ TGയോട്, വളരെ ഓപ്പണായിട്ട്, ഈ കേസ് തുടക്കം മുതലേ TG ഫോളോ ചെയ്യുന്നില്ലേ? എങ്ങനെ, എന്തെങ്കിലും ഇതിനകത്ത് ഈ പറയുന്ന പോലെയുള്ള എന്തെങ്കിലും ദുരൂഹതയുടെ എലമെൻ്റ് ഉണ്ടോ? എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പോലീസ് റെക്കോർഡും ഇവരുടെ ജാമ്യത്തിൻ്റെ ജാമ്യ ഉത്തരവ് 2 ഉണ്ടല്ല, മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടും പിന്നെ ജാമ്യം കൊടുത്തുകൊണ്ടും ഒക്കെയുള്ള ഉത്തരവ്, അതിനകത്ത് വന്ന ഡീറ്റെയിൽസൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആത്മഹത്യയാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്പർ 2, ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കാനും പ്രയാസമാണ്. അത് മുമ്പും TG പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ജസ്റ്റിസ് KV വിശ്വനാഥൻ, സുപ്രീം കോടതി, അദ്ദേഹം എഴുതിയൊരു ജഡ്ജ്മെൻറ്റ്, റീസെൻറ്റ് ജഡ്ജ്മെൻറ്റാണ്, ഈ ജാനുവരിയിൽ എഴുതിയ ജഡ്ജ്മെൻറ്റാണ്. അതിൽ പുള്ളി ഇതും കൂടെ പറയുന്നു, പോലീസുകാരിങ്ങനെ ഈ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ ഫീലിങ്സ് ഇല്ലാതെയാക്കാൻ വേണ്ടി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തരുത്, അതൊരു നല്ല കാര്യമല്ല, ആ പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ട് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, ശരിയാണ്, ബട്ട് അതേസമയം നിങ്ങൾ ഈ ഇപ്പുറത്തുള്ളവരുടെ കരച്ചിലും നിലവിളിയൊക്കെ കണ്ടുകൊണ്ട് അപ്പുറത്തെ ആളിനെ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും TV-ക്കാർക്കും ഒക്കെ സമാധാനമാകും. അതിനു വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. അദ്ദേഹം ഒരുപാട് ജഡ്ജ്മെൻറ്റ്സ് ഉദ്ധരിച്ചിട്ടുമുണ്ട് പഴയതിലേക്ക്. ടിപ്പിക്കലൊരു കേസായിരുന്നു അത്. ഒരാൾ സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ എടുക്കുന്നു, ഈ ലോൺ ശുപാർശ ചെയ്യാനും ആ ലോൺ തിരിച്ചു പിടിക്കാനും ഒക്കെ ചുമതലയുള്ള സഹകരണ സംഘത്തിലെ എംപ്ലോയി അല്ല അയാൾ, പക്ഷേ ഏജൻറ്റ് പോലെ വർക്ക് ചെയ്യും. അയാളുടെ ഉത്തരവാദിത്തമാണ് ഈ പൈസ തിരിച്ചടപ്പിക്കുക. ലോൺ കൊടുത്താലും അയാൾ പറയും ഞാൻ ഗ്യാരണ്ടി പുള്ളി തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന ഓതറൈസ്ഡ് ഏജൻറ്റ്.
ഇയാൾ ലോൺ എടുക്കുന്നു, തിരിച്ചടയ്ക്കുന്നില്ല. ഏജൻറ്റ് കുഴപ്പത്തിലായി. ബാങ്ക് ഏജൻറ്റിനെ പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങി. ഏജൻറ്റ് ദരിദ്രനാണ്, ഈ തിരിച്ചടയ്ക്കാത്തവനും ദരിദ്രനാണ്, പരമദരിദ്രനാണ്. രണ്ടുപേരുടെയും ദാരിദ്ര്യം തമ്മിൽ ഏറ്റുമുട്ടി. ഏജൻറ്റ് അവസാനം പറഞ്ഞു, നാളെ രാവിലെ ഞാൻ വന്നിട്ട് ബാനർ വയ്ക്കും നിൻ്റെ വീട്ടിന് മുമ്പിൽ, ഇവൻ സഹകരണ സംഘത്തിൽ കാശടച്ചില്ല, അതുകൊണ്ട് എനിക്ക് ഇതായി, എനിക്ക് ജീവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞിടാ, നീ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ, നീ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ നാണക്കേടാവും. ആവട്ടെ, നീ എനിക്ക് വരുന്ന നാണക്കേടോ, ഞാൻ ഓരോ ദിവസം ബാങ്കിൽ അവരുടെ ചീത്ത കേൾക്കുന്നതോ അതിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. 1-2 ഇതെല്ലാം വാട്സാപ്പിലാണ്. ഇവൻ അവസാനം പറഞ്ഞത് നാളെ രാവിലെ കാണാം, ബാനറുമായിട്ട് നാളെ രാവിലെ ഞാൻ വീട്ടിലുണ്ടാകും. ഇതാണ് ലാസ്റ്റ് ലൈൻ. ഇവൻ വൈകുന്നേരം കെട്ടിത്തൂങ്ങി ചത്തു. നാളെ രാവിലെ മറ്റോ വന്ന് നാണക്കേടാകുമല്ലോ, അതൊഴിവാക്കാനായിട്ട് കെട്ടിത്തൂങ്ങി ചത്തു. ഇവനെ അറസ്റ്റ് ചെയ്തു. അയാളാണ് ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതി വരെ എത്തി. ആത്മഹത്യാ പ്രേരണയല്ല. സുപ്രീം കോടതി പറഞ്ഞു, അച്ഛൻ മകനോട് പറയണു പോയി ചാവട, മകൻ പോയി ചാവുന്നു. ആത്മഹത്യാ പ്രേരണയല്ലേ? അല്ലെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അല്ല, അതൊക്കെ സ്പർ ഓഫ് ദ മൊമെൻ്റ് എന്ന വാക്ക് തർക്കത്തിലൊക്കെ പറയുന്നതാണ്. അതുപോലെ ഇയാളുടെ വിഷം, ഇയാൾ പരമദരിദ്രനാണ്. ഇത് ഈ ബാങ്കിൽ നിന്ന് അതിന് കിട്ടുന്ന ചില്ലറ കമ്മീഷൻ വെച്ചുകൊണ്ട് അയാൾക്ക് ജീവിക്കാൻ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞു. മറ്റവനും ദരിദ്രനാണ്, രണ്ടുപേർക്കും ദാരിദ്ര്യമാണ്. എന്തു ചെയ്യും? ഇല്ലേ, KPSC ലളിത ദാരിദ്ര്യം കൊണ്ട് ഭരത് ഗോപിയുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഭരത് ഗോപിക്ക് ദാരിദ്ര്യം, ഇവർ വാടക കൊടുക്കുന്നില്ല, ഒഴിഞ്ഞും കൊടുക്കുന്നില്ല. ഭരത് ഗോപിക്ക് മകളുടെ കല്യാണം നടത്തണം. KPSC ലളിതയ്ക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, ഭരത് ഗോപിക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. രണ്ടുപേരും ദരിദ്രനാണ്. ഇതുപോലത്തെ അവസ്ഥ. ഇതിലൊരു ദരിദ്രൻ ആത്മഹത്യ ചെയ്തു, മറ്റേ ദരിദ്രനെ പിടിച്ചുകൊണ്ടുപോയി. എന്ത് ചെയ്യും? അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം PP ദിവ്യയുടെ കേസിൽ അവർ ചെയ്തത് മഹാസമദ്രോഹമായി പോയി, സംശയമില്ല. ബട്ട് കോടതി മിക്കവാറും ഇത് ചോദിക്കും. നവീൻ ബാബു ആത്മഹത്യ ചെയ്യണം എന്ന് PP ദിവ്യ ആഗ്രഹിച്ചിരുന്നു, ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല എന്ന് നിഗമനത്തിലെത്താൻ പറ്റുള്ളൂ. അവർ കാണിച്ചത് മഹാവൃത്തികളാണ്, പോക്കൃത്തരമാണ്, തെമ്മാടിത്തരമാണ്, തല്ലുപൊള്ളിത്തരമാണ്, അപമാനിക്കണമെന്നുണ്ട്. ബട്ട് ഈ സാധനം ഇയാൾ പോയി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ പോയി കെട്ടിത്തൂങ്ങിച്ചാകുക, അതോടെ ഈ ദുരിതം തീരും, നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇൻറ്റൻഷനോടെ ചെയ്തതാണ്. ഈ എല്ലാ കുറ്റകൃത്യത്തിനും ഇൻറ്റൻഷൻ ആവശ്യമാണ്. ആ ഇൻറ്റൻഷൻ മിക്കവാറും ഇതിൽ തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇൻറ്റൻഷൻ PP ദിവ്യയ്ക്ക് ഇല്ലായിരുന്നു എന്നായിരിക്കും ഫൈനൽ റിപ്പോർട്ട് വരിക. കുറേ കഴിയുമ്പോൾ മാധ്യമങ്ങളുടെ ഒരു താല്പര്യവും പോകും. ഈ കേസ് ഒരുപാട് കേസുകൾ പോലെ ഈ കേസ് അവസാനിച്ചു പോകും. മാധ്യമങ്ങളുടെ താല്പര്യം പോകുന്നതല്ല, ഇത് മാത്രമായിട്ട് മാധ്യമങ്ങൾക്ക് പുതിയ വിഷയങ്ങൾ വരും, വിഷയങ്ങൾ പുതുതായിട്ട് വരും. അതൊരു മാധ്യമങ്ങളുടെ പരിമിതിയാണ്. എല്ലാ വിഷയങ്ങളും എടുത്ത വിഷയം അത് അതിൻ്റെ ലോജിക്കൽ എൻഡ് വരെ ഇങ്ങനെ ആ കേസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ക്രൈം റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മരണങ്ങളിലും സംഭവിക്കുന്ന പോലെ ആ കുടുംബത്തിന് പോയി. പക്ഷേ ആ സ്ത്രീ അത് ചെയ്യരുതായിരുന്നു. അവർ ചെയ്തു എന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. അതിൻ്റെ വീഡിയോ എടുക്കുക, എന്നിട്ട് അത് പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിൽ അയക്കുക. ടപ്പെന്ന് പറഞ്ഞു, ഇദ്ദേഹം അവിടെ പോയി നാളെ ജോയിൻ ചെയ്യുമല്ലോ. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ പറ്റിയുള്ള അപവാദം അവിടെ എത്തണം. അതൊക്കെ ഒരു വളരെ ക്രൂരമായ കുടിലമായ പ്രവൃത്തിയാണ്. പിണറായി പറയുന്നത് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. അല്ല, പാർട്ടിയെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും ഒക്കെ നാട്ടുകാർക്കറിയാം. പിന്നെ അത് പറയുന്നു. ഏതായാലും നമുക്ക് ഈ മഞ്ജുളയുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.